നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ മുറിക്കുള്ളിൽ ശരിക്കും ആ കറുത്ത എനർജി വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അതേ നിമിഷത്തിലാണ് സൗത്ത് സിറ്റിയിൽ അതിശക്തനായ ഗോൾഡിയുടെ ശരീരത്തിലേക്ക് ആ മനുഷ്യൻ കയറി പറ്റുന്നത്. ഗോൾഡിയുടെ ശരീരത്തിലേക്ക് കയറി പറ്റിയ മനുഷ്യൻ ആ ബോഡിക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. കൊള്ളാം, നല്ല ബോഡി. ഗോൾഡി എണീറ്റതും അയാൾ സ്വയം പറഞ്ഞുപോയ വാചകമാണ്. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. ജിയാങ്ഗുവിന്റെ വീട്ടിൽ ജിയാങ്ഗുവും ജിയാങ് യുവാനും ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംഭാഷണത്തിന്റെ കാരണം ജിയാങ് കുടുംബത്തിന്റെ പേരിലുണ്ടായ ഒരു ഇടിവാണ്. ജിയാങ്ഗു അയാളുടെ ജിയാങ് കുടുംബത്തെ മാർക്ക് ഫെല്ലർക്ക് മുന്നിൽ അടിയറ വെച്ചതോടുകൂടി ജിയാങ് കുടുംബത്തിന് ചിൽഷറിലുണ്ടായിരുന്ന ആ പേര് പതുക്കെ നഷ്ടമായി തുടങ്ങിയാണ്. മറ്റ് പ്രമുഖ കുടുംബങ്ങളൊക്കെ ജിയാങ് കുടുംബത്തെ കുറച്ച് കണ്ടു തുടങ്ങി എന്നുള്ള വാർത്ത ജിയാങ് കുടുംബത്തിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ജിയാങ് കുടുംബത്തോട് എതിരഭിപ്രായം ഒന്നും പറയാത്ത ഫാമിലികളും വ്യക്തികളും ഒക്കെ ജിയാങ് കുടുംബത്തെ കുറച്ച് കാണുന്നു എന്നുള്ള വാർത്ത ചർച്ചാ വിഷയമായപ്പോഴാണ് അക്കാര്യം ജിയാങ് യുവാൻ ജിയാങ് ഗുവിനോട് ചോദിക്കുന്നത്. അച്ഛാ, നമ്മൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാവും? നമ്മളെ ഇപ്പൊ ആർക്കും ഒരു വിലയില്ല. ഏയ്, നീ മിണ്ടരുത്. നീ ഒറ്റ കാരണം ഇതൊക്കെ സംഭവിച്ചത്. ജിയാങ് യുവാൻ പണം കൊടുക്കാതെ മാർക്ക് ഫെല്ലറുടെ ആ മരുന്ന് എടുത്തെടുത്തുനിന്നാണ് സകല വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. യുവാൻ, നീ കാരണം നമുക്ക് നഷ്ടമായത് ഹരോണാണ്. യുവാന്റെ അച്ഛൻ ജിയാങ് ഗു അത് പറഞ്ഞപ്പോ യുവാൻ വളരെ അസ്വസ്ഥനായി. അവൻ ഒരു മണോ ഗുണവും ഇല്ലാത്ത കക്ഷിയാണെന്നാണ് അവന്റെ അച്ഛന്റെ ധാരണ. എന്താ അതേസമയം അവൻ വലിയ സംഭവമായിട്ടാണ് അവൻ സ്വയം കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛന്റെ ആ അധിക്ഷേപം അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടിയുണ്ട്. അങ്ങനെ ഒരു എതിർപ്പ് അവന്റെ മനസ്സിലേക്ക് വന്നതും വാതിൽക്കിൽ നിന്ന് ഒരു ശബ്ദം, ഏയ് മിസ്റ്റർ ഗു, സകല കുറ്റവും നിങ്ങളുടെ മകന്റെ മുതൽ ആരോപിക്കുകയാണോ? അങ്ങനെ ആ ശബ്ദം ചോദിച്ചതും ജിയാങ് ഗുവും യുവാനും ഞെട്ടിത്തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കുകയാണ്. അവിടെ ആ വാതിലിലെ പ്രകാശത്തെ തടഞ്ഞുകൊണ്ട് ഒരു കൂറ്റൻ രൂപം വാതിൽക്കിൽ നിൽക്കുകയാണ്. അമ്പരപ്പോടെ ഗുവും യുവാനും അങ്ങോട്ട് നോക്കുന്നതും അയാൾ അകത്തേക്ക് വന്നു. 6 അടിയിലേറെ പൊക്കമുള്ള നല്ല മസിലുള്ള ഒരു ആചാന ബാഹുവാണ് അങ്ങോട്ട് വന്നത്. അയാൾ എവിടെയോ കണ്ടു പരിചയമുള്ളതായി യുവാന് തോന്നിയ ആ നിമിഷത്തിൽ ജിയാങ് ഗു അയാൾ ചോദിച്ചു, ഏയ്, നീ ആ ലിയോ കുടുംബത്തിലെ ഗോൾഡിയല്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ ജിയാങ് ഗു ചോദിച്ചതും ഗോൾഡി ജിയാങ് ഗുവിനോട് പറഞ്ഞു, ഞാൻ ലിയോ കുടുംബത്തിലെ ആയിരുന്നു. ഞാനിപ്പോ ലിയോ കുടുംബം വിട്ടു. കുറച്ചുകൂടി ശക്തരായ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അയാൾ ലിയോ കുടുംബത്തിലായിരുന്നെന്നും അവിടെ നിന്ന് വിട്ടുവെന്നും ഒറ്റ വാക്കിൽ അയാൾ ഉത്തരം പറഞ്ഞപ്പോ ജിയാങ് ഗുവിന് ഒരു സംശയം. നീ എന്താ പറഞ്ഞു വരുന്നത്? അത് കേട്ടതും ആ മനുഷ്യൻ ജിയാങ് ഗുവിനോട് പറഞ്ഞു, നോക്കേ, നിങ്ങൾക്ക് വീണ്ടും ഈ ചിൽഷറിലെ നമ്പർ 1 ആകണമെന്ന് ആഗ്രഹമില്ലേ? ആ ചോദ്യം ഗോൾഡി ചോദിച്ചതും ജിയാങ് ഗു തിരിഞ്ഞ് അയാളുടെ മകനെ നോക്കി. എന്നിട്ട് അയാൾ യുവാനോട് പറഞ്ഞു, യുവാൻ, നീ നിന്റെ മുറിയിലേക്ക് പോകും. ജിയാങ് ഗു അത് പറഞ്ഞതും യുവാൻ ജിയാങ് ഗുവിനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പുറത്തു പോകാൻ നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് പണം വേണം. ക്ലബിലേക്ക് പോകാനാണ്. ശരിക്കും ഒരു ഇഷ്ടക്കേട് അവന്റെ ആ ആഗ്രഹത്തോട് തോന്നിയെങ്കിലും അവനെ അവിടെ നിന്ന് ആ സമയം ഒഴിവാക്കാൻ വേണ്ടി ജിയാങ് ഗു അവനോട് പറഞ്ഞു, ഓക്കെ, നീ ഷാങ്ങിനോട് ചോദിക്കും. ജിയാങ് കുടുംബത്തിന്റെ സെക്രട്ടറി ആണല്ലോ ഷാങ്. ഷാങ്ങിനോട് ചോദിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതും ജിയാങ് ഗു വാതിലും അടച്ചു. ജിയാങ് ഗു വാതിൽ അടയ്ക്കുമ്പോൾ തന്നെ ആഗതനായ വ്യക്തി ജിയാങ് ഗുവിന്റെ നേരെ എതിരെയുള്ള സോഫയിൽ വന്നിരുന്നിരുന്നു. അയാൾക്കെതിരെ വന്നിരുന്ന ജിയാങ് ഗു അയാളോട് ചോദിച്ചു, ആരാ നീ? ഇന്റേണൽ സ്ട്രെങ്ത് ഗ്രാൻഡ് മാസ്റ്ററായ ജിയാങ് ഗുവിന് ആ അപരിചിതനിൽ ഒരു പ്രത്യേകത തോന്നിയത് കൊണ്ടാണ് അയാൾ വാതിലടച്ചതിന് ശേഷം അങ്ങനെ ചോദിച്ചത്. ചോദ്യം കേട്ടതും ഗോൾഡി എന്ന് ജിയാങ് ഗുവിനോട് പറഞ്ഞു, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ ബോഡി ഗോൾഡിയുടെ ആണെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ പേര് ഹാനോവൻ എന്നാണ്. ഹാനോവൻ? അതെ, ഞാൻ ഡാർക്ക് എർത്ത് വാലി എന്നാണ് വരുന്നത്. ഡാർക്ക് എർത്ത് വാലി എന്ന് കേട്ടപ്പോൾ ജിയാങ്ങിന്റെ മുഖത്ത് ഒരു അസ്വസ്ഥത പ്രകടമായി. ഡാർക്ക് എർത്ത് വാലിയിലെ നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? ജിയാങ്, ഞാൻ അതല്ലേ തുടക്കത്തിലേ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ശൈലി തീരെ ചേരില്ല. നിങ്ങൾ ഇവിടെ ഈ ചിൽഷറിലെ
നമ്പർ 1 ആയിരുന്ന ആളല്ലേ? മാർക്ക് ഫെല്ലറുടെ അടിമയായിട്ട് എത്ര നാളാ നിങ്ങളിങ്ങനെ കഴിയുക? നിങ്ങൾക്ക് വീണ്ടും ആ പഴയ ജിയാങ്ഗു ആവാൻ ആഗ്രഹമില്ലേ? നിങ്ങളെ ഞാൻ സഹായിക്കാം. എന്റെ ഡാർക്ക് എർത്ത് വാലി നിങ്ങൾക്കൊപ്പം നിൽക്കും. അങ്ങനെ ജിയാങ്ഗുവിനോട് ഗോൾഡിയുടെ ശരീരത്തിനുള്ളിലെ ഹാനോവൻ പറഞ്ഞപ്പോൾ ജിയാങ്ഗു അയാളോട് പറഞ്ഞു, നോക്ക്, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് നീ പറയുന്നത്. എനിക്ക് നിങ്ങളുടെ ഡാർക്ക് എർത്ത് വാലിയുടെ ഒരു സഹായവും വേണ്ട. ഏയ് ജിയാങ്, നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? ഡാർക്ക് എർത്ത് വാലി ശരിക്കും ശക്തമാണ്. ഡാർക്ക് എർത്ത് വാലിയുടെ സഹായമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ചിൽഷെയറിൽ നിങ്ങൾ ആരും ചോദ്യം ചെയ്യത്തില്ല. മാർക്കിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. നോക്കൂ ഹാനോവൻ, നിങ്ങളുടെ നല്ല ഉദ്ദേശത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. നിങ്ങൾ ദയവായി പുറത്തു പോകണം. അങ്ങനെ ജിയാങ് പറഞ്ഞതും ഹാനോവൻ ചാടി എണീറ്റു. ഏയ് ജിയാങ്, നിങ്ങൾക്ക് എന്റെ ശക്തിയെക്കുറിച്ചൊരു ധാരണമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതും ഹാനോവന്റെ ബോഡിയിൽ നിന്ന് ശരിക്കും ഒരു ഊർജം പുറത്തേക്ക് വമിക്കുകയാണ്. ഒരു ബ്ലാക്ക് ഊർജമാണെന്ന് മാത്രം. ബ്ലാക്ക് ഊർജമാണോ സ്പിരിച്വൽ എനർജിയാണോ എന്ന് ജിയാങ്ങിന് മനസ്സിലായില്ലെങ്കിലും അവിടെ ആ അന്തരീക്ഷത്തിൽ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ജിയാങ്ങിന് മനസ്സിലാവും. അത് മനസ്സിലായതും ജിയാങ്ങും എണീറ്റു. ജിയാങ് ഹാനോട് ചോദിച്ചു, എന്താ ഉദ്ദേശം? എന്നോട് എതിരിടാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെ ചോദിച്ചുകൊണ്ട് ജിയാങ്ങും ഒന്ന് കൈ വിടർത്തിയപ്പോൾ ശരിക്കും ജിയാങ്ങിന്റെ ശരീരത്തിൽ നിന്നും ഇന്റേണൽ ഷീ പുറത്തേക്ക് വരികയാണ്. സ്പിരിച്വൽ എനർജിക്ക് സാധാരണ വിളിക്ക് ഷീ എന്നാണ്. ജിയാങ്ങിന്റെ ശരീരത്തിൽ നിന്നുള്ള ഇന്റേണൽ ഷീയും ഹാനോവന്റെ ശരീരത്തിൽ നിന്നുള്ള ബ്ലാക്ക് ഷീയും ശരിക്കും മുഖാമുഖം ഏറ്റുമുട്ടുകയാണെന്ന് പറയാം. ആ രണ്ട് എനർജികളും മുറിയിൽ നേർക്കുനേർ വരികയാണ്. ശരിക്കും ഒരു വേർപ്പ് മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ സംജാതമായെന്ന അർത്ഥം. ആ നിമിഷത്തിൽ പെട്ടെന്ന് ഹാനോവൻ ജിയാങ്ങിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ വിഡ്രോ ചെയ്യുന്നു. കൂടുതൽ ഒന്നും പറയാതെ അയാൾ വാതിൽ നേരെ നടന്നു. വാതിലെത്തിയ അയാൾ തിരിഞ്ഞ് ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ്, ഞാൻ വെച്ച ഓഫർ നിങ്ങൾ തള്ളിക്കളഞ്ഞത് ശരിയായില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. അയാൾ പുറത്തു പോയ ഉടൻ തന്നെ സെക്രട്ടറി ഷാങ് അകത്തേക്ക് വന്നു. മാസ്റ്റർ എന്താ അയാളുടെ ഓഫർ സ്വീകരിക്കാതിരുന്നത്? അകത്തെ സംഭാഷണം പൂർണ്ണമായും കേട്ടിരുന്ന ഷാങ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും ജിയാങ്ഗു ഷാങ്ങിനോട് പറഞ്ഞു, ഷാങ്, അയാൾ വെച്ച ഓഫർ ശരിക്കും നല്ല ഓഫറാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആ ഡാർക്ക് എർത്ത് വാലിയിലെ ആളുകളെ പോലെ ഒടുവിൽ കഴിയാനൊന്നും പറ്റില്ലല്ലോ. ജിയാങ്ഗു അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഷാങ്ങും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഡാർക്ക് എർത്ത് വാലിയിലെ ആളുകൾ ശക്തരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് ആർക്കും തന്നെ പൊതുജനങ്ങളുമായി ഇടപെട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവരെല്ലാം ശരിക്കും രഹസ്യ താവളങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ആളുകളാണ്. ജിയാങ്ഗു ആണെങ്കിൽ ശരിക്കും സമൂഹത്തിന്റെ മധ്യത്തിൽ ജീവിക്കുന്ന ആളാണ്. അയാൾക്ക് അങ്ങനെ ഒളിവിൽ കഴിയേണ്ട ഒരു കാര്യവുമില്ല. ഡാർക്ക് എർത്ത് വാലിയുമായി സഹകരിച്ച് മാർക്കിനെതിരെ ജിയാങ്ഗു തിരിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം കൂടി സ്റ്റാർട്ട് ചെയ്യും. ബ്ലാക്ക് കുടുംബം ജിയാങ്ങിന്റെ കുടുംബത്തിനെതിരാവും. ഡാർക്ക് എർത്ത് വാലി എത്ര ശക്തമാണെന്ന് പറഞ്ഞാലും ന്യൂ സെലസ്റ്റിലെ ബ്ലാക്ക് കുടുംബമായി കമ്പയർ ചെയ്യുമ്പോൾ ഡാർക്ക് എർത്ത് വാലി ഒന്നുമല്ല. ആ കാര്യത്തിൽ ജിയാങ്ങിന് സംശയമൊന്നുമില്ല. ബ്ലാക്ക് കുടുംബം വേണ്ടി വന്നാൽ സൈന്യത്തിനെ ഇറക്കി ഡാർക്ക് എർത്ത് വാലിയെ അവിടുന്ന് തുടച്ചു മാറ്റും. ജിയാങ് ആ കാര്യങ്ങൾ അങ്ങനെ വിശദമാക്കിയില്ലെങ്കിലും ഷാങ്ങിന് പെട്ടെന്ന് തന്നെ കഥ മനസ്സിലായി. ഒരു കാരണവശാലും ഡാർക്ക് എർത്ത് വാലിയുമായി സഹകരിച്ച് മാർക്കിനെതിരെ മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു ചിന്ത ഷാങ്ങിന്റെ മനസ്സിലേക്ക് വന്നതും ജിയാങ് ഷാങ്ങിനോട് പറഞ്ഞു, ഷാങ്, ഉടനെ മാർക്കിനെ കോണ്ടാക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറ. ഡാർക്ക് എർത്ത് വാലിയിലെ ഹാനോവൻ എന്ന പേരുള്ള ഒരാള് മാർക്കിനെ നോട്ടമിടുന്നുണ്ടെന്നും അയാൾ ജിയാങ്ഗുവിനെ സമീപിച്ചിരുന്നു എന്നുള്ള കാര്യം ഷാങ് മാർക്കിനോട് പറയണമെന്നാണ് ജിയാങ് ഷാങ്ങിനോട് പറഞ്ഞത്. ജിയാങ്ഗു പറഞ്ഞ കാര്യം കേട്ടതും ഷാങ് ഉടൻ തന്നെ റെഡിയായി മാർക്കിനെ കാണാനായി യാത്ര തിരിച്ചു. അയാൾ താഴെ ഇറങ്ങി കാറിനകത്തേക്ക് കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കാറിനകത്തുനിന്ന് ഒരു ശബ്ദം. ഹേയ്, എങ്ങോട്ട് പോവുക? ശബ്ദം കേട്ട് ഷാങ് ഞെട്ടി പുറകിലിട്ട് നോക്കുമ്പോൾ പുറകിലത്തെ സീറ്റിൽ ആ ഹാനോവൻ ഇരിക്കുകയാണ്. ഷാങ് ഹാനോവൻ വന്ന കാര്യം മാർക്കിനടുത്ത് ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മാർക്ക് ഫെല്ലർക്ക് തന്നോടൊരു ഇഷ്ടം തോന്നുമെന്നുള്ള ഒരു ഫീല് ഈ സമയത്ത് ജിയാങ്ങിനുണ്ട്. ജിയാങ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ജോലിക്കാരൻ ഓടി അങ്ങോട്ട് വരുന്നത്. മാസ്റ്റർ, അങ്ങനെ വിളിച്ചുകൊണ്ട് അയാൾ ഓടി വരുന്നത്. എന്താ? അങ്ങനെ ജിയാങ് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ
ഭയത്തോടെ പുറത്തേക്ക് നോക്കുന്നതാണ് ജിയാങ് കണ്ടത്. ഓടി വാതിൽക്കിലെത്തിയ ജിയാങ്ങും പുറത്തേക്ക് നോക്കുമ്പോൾ ഗേറ്റിനുള്ളിലായി ഷാങ്ങിന്റെ ബോഡി കിടക്കുന്നത് ജിയാങ് കണ്ടു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ജിയാങ്ങിനടുത്തുനിന്ന് ഷാങ് പോയത്. ആ ഷാങ്ങാണ് അവിടെ നിശ്ചലായി കിടക്കുന്നത്. ഷാങ്ങിന്റെ ആ ബോഡി വല്ലാത്തൊരു കാഴ്ച കൂടിയാണ്. ശരിക്കും ചുക്കിച്ചുളിഞ്ഞ ശൈലിയിലാണ് ഷാങ്ങിന്റെ ബോഡി കിടക്കുന്നത്. ഷാങ്ങിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും ഊർജവും ഒക്കെ പൂർണ്ണമായി നഷ്ടമായിരിക്കുകയാണ്. ആരോ ആ ബോഡിയിൽ നിന്ന് രക്തവും ഊർജവും വലിച്ചെടുത്തുനിന്ന് തോന്നുന്ന ശൈലിയിൽ അത് ചുക്കിച്ചുളിഞ്ഞിരിക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് ജിയാങ് ഞെട്ടിത്തെറിച്ച് ആ ബോഡിക്കടുത്തേക്ക് ഓടാൻ തുടങ്ങിയതും അയാളുടെ മൊബൈൽ ഫോൺ ഒന്ന് ശബ്ദിച്ചു. ഷാങ്ങിനടുത്തേക്ക് ഏതാനും സ്റ്റെപ്പ് ഓടിക്കഴിഞ്ഞിരുന്ന ജിയാങ് അറിയാതെ അയാളുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. ഒരു അപരിചിത നമ്പറാണ്. അയാൾ ആ മൊബൈൽ ഓണാക്കിയതും മറുഭാഗത്ത് നിന്ന് വളരെ ക്ലിയർ ആയിട്ടൊരു ശബ്ദം കേൾക്കാം. ജിയാങ്, എന്റെ സമ്മാനം കണ്ടോ? ആ ശബ്ദം കേട്ട നിമിഷത്തിൽ ജിയാങ് പെട്ടെന്ന് ഒന്ന് നിന്നു പോവുകയാണ്. അയാൾ കേൾക്കുന്നത് ഹാനോവിന്റെ സൗണ്ടാണ്. ജിയാങ്, എന്റെ സമ്മാനം ജിയാങ്ങിന് ഇഷ്ടമായെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഹാനോവൻ ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ്, ഞാനൊരു വീഡിയോ കൂടി അയച്ചിട്ടുണ്ടേ, അതുകൂടെ ഒന്ന് നോക്ക്. അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് അയാൾക്ക് വന്ന മെസ്സേജ് നോക്കിയപ്പോൾ ഒരു വീഡിയോ മെസ്സേജ് വന്നിരിക്കുന്നതായി കണ്ടു. അയാൾ ആ വീഡിയോ ഓണാക്കി. അയാൾ കാണുന്നത് അയാളുടെ മകൻ ജിയാങ് യുവാനെയാണ്. ജിയാങ് യുവാന് ചുറ്റും ഒരു കറുത്ത പുകയും കാണാനുണ്ട്. അമ്പരപ്പോടെ ആ വീഡിയോയിലേക്ക് നോക്കിയ ജിയാങ്ങിന്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ജിയാങ് ഫോൺ എടുക്കുമ്പോൾ ഹാനോവനാണ്. ജിയാങ്, നിന്റെ മകൻ എന്റെ കസ്റ്റഡിയിലാണ്. അവൻ യഥാർത്ഥത്തിൽ ഞാനൊരു പോയിസൺ അകത്ത് നിർത്തിയിരിക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ആ പോയിസൺ അവനെ ആ നിമിഷം ഇല്ലാതാക്കും. ജിയാങ്, ഞാൻ പറഞ്ഞത് നീ ചെയ്താൽ നിന്റെ മകനെ ഞാൻ വെറുതെ വിടാം. അതുമാത്രമല്ല, ഈ ചിൽഷെയറിലെ നമ്പർ ഒന്നാകാൻ നിന്നെ ഞാൻ സഹായിക്കുകയും ചെയ്യും. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, മാർക്കിനെ നീ ഇവിടെ എത്തിക്കണം. ജിയാങ് ഗുവിന്റെ 2 മക്കളിൽ മൂത്തവൻ ഹാരോൺ ശരിക്കും സമർത്ഥനായിരുന്നു. അവൻ നഷ്ടപ്പെട്ട സങ്കടം ഗുവിന് ഇതുവരെ മാറിയിട്ടില്ല. ഇളയ മകനാണ് യുവാൻ. അവനെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ള കാര്യം ഗുവിന് അറിയാം. പക്ഷേ ആകെയുള്ള മകൻ ഇപ്പൊ അവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവൻ കൂടി നഷ്ടമാകുന്നതിനെ കുറിച്ച് ഗുവിന് ആലോചിക്കാനേ വയ്യ. ഈ സംഭവം അവിടെ അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ മുറിയിൽ മാർക്ക് ആ ഡാർക്ക് എനർജി എന്നെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രതിമയിൽ അൺബിലീവബിൾ ആയുള്ള അളവിൽ ഡാർക്ക് എനർജി ഉണ്ട്. ആ പ്രതിമയിൽ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ അജ്ഞാത വ്യക്തിക്ക് വല്ലാത്തൊരു കപ്പാസിറ്റി തന്നെയാണ്. അയാളുടെ ആ ഡിവൈൻ സെൻസ് മാർക്കിൽ കണക്ട് ചെയ്യപ്പെട്ട ആ നിമിഷം മുതൽ എത്ര ഡാർക്ക് എനർജി വലിച്ചെടുത്തിട്ടും ആ പ്രതിമയിൽ നിന്ന് വരുന്ന ഡാർക്ക് എനർജിയുടെ അളവിന് ഒരു കുറവുമില്ല. ദിവസങ്ങൾ അതിവേഗം ഓടിപ്പോവുകയാണ്. ഇതിനിടയിൽ മാർക്കിന്റെ സമീപത്തുള്ള ടേബിളിന്റെ മുകളിലിരിക്കുന്ന ഫോണിൽ കോളുകൾ വരുന്നുണ്ട്, കട്ടാവുന്നുണ്ട്. മാർക്ക് സൈലന്റ് മോഡിൽ ഇട്ടിരിക്കുന്ന മൊബൈലിൽ ഇഷ്ടംപോലെ കോൾ വരികയാണ്. മാർക്ക് അതൊന്നും അറിയുന്നില്ല. ദിവസങ്ങൾ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഒരു ദിവസം മാർക്ക് കണ്ണു തുറക്കുകയാണ്. മാർക്കിന് ഒരു ബോട്ടിൽ നെക്ക് വന്നിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റാത്ത ശൈലിയിൽ ഒരു തടസ്സം മാർക്കിന് ഫീൽ ചെയ്തു. മാർക്ക് ഇപ്പോൾ സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലെ 6ാമത്തെ ലെവലും പൂർത്തീകരിച്ചിരിക്കുകയാണ്. 6ൽ നിന്ന് 7ലേക്ക് കടക്കാനാണ് മാർക്കിന് പറ്റാത്തത്. മാർക്കിന് ഇഷ്ടംപോലെ ഡാർക്ക് എനർജി വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും 6ാമത്തെ ലെവല് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ബോഡിക്ക് അതിൽ കൂടുതൽ പറ്റുന്നില്ല എന്നർത്ഥം. മാർക്ക് യഥാർത്ഥത്തിൽ 8ാമത്തെ ദിവസം തന്നെ 6ാമത്തെ ലെവലിൽ എത്തിയതാണ്. അവിടെ നിന്ന് 7ാമത്തെ ലെവലിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞ 5 ദിവസവും മാർക്ക് ഡാർക്ക് എനർജി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മാർക്കിന് പറ്റുന്നില്ല. മാർക്ക് ഈ ദിവസങ്ങൾ കടന്നുപോയ കാര്യം അറിഞ്ഞിട്ടുമില്ല. മാർക്ക് കണ്ണു തുറന്നതും മാർക്കിനെ തന്നെ മാറി നിന്ന് വീക്ഷിക്കായിരുന്ന നീൽ ഫ്ലെമിംഗ് ഓടി മാർക്കിനടുത്തേക്ക് വന്നു. മാർക്ക്, ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിക്കും അങ്ങനെ നീൽ ചോദിക്കുമ്പോൾ മാർക്ക് ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. ഒരു വല്ലാത്ത ശക്തി മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിന്റെ 3ാമത്തെ ലെവലിൽ നിൽക്കുമ്പോഴാണ് മാർക്ക് ആ മുറിയിലേക്ക് കയറിയത്. ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് 3 ലെവലാണ് മാർക്ക് കയറിയിരിക്കുന്നത്. മാർക്ക് ശരിക്കും ഒരു ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് നീലിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നീലിനോട് ചോദിച്ചു, നീൽ, ഞാൻ ഒരുപാട് നേരം ഇതിനകത്തുണ്ടായിരുന്നു. നീൽ, ഞാൻ എത്ര സമയമെടുത്തു? മാർക്ക് 13 ദിവസമാണ് ധ്യാനത്തിലിരുന്നത്.
13 ദിവസം താൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് കേട്ടപ്പോൾ മാർക്കിന് പോലും വല്ലാത്ത അതിശയം. സമയം പോയത് യഥാർത്ഥത്തിൽ മാർക്ക് അറിഞ്ഞിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് മേശപ്പുറത്തിരുന്ന മൊബൈലിലേക്ക് നോക്കുമ്പോൾ അപ്പോഴും മൊബൈലിൽ ഒരു കോൾ വരികയാണ്. മാർക്ക് ഫോൺ എടുത്തു. കോൾ വിളിക്കുന്നത് ജിയാൻഗു ആണ്. ഇയാളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാർക്ക് കോൾ അറ്റൻഡ് ചെയ്തു. മാർക്ക്, ഞാൻ എത്ര ദിവസമായിട്ട് മാർക്കിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താ ജിയാങ്? മാർക്ക്, ഞാൻ മാർക്കിന് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മാർക്ക്, രാത്രിയിൽ എൻ്റെ വീട്ടിലേക്കൊന്ന് വരാവോ? പാർട്ടി ഇവിടെയാകാം. മാർക്ക് ഇപ്പോ ബായ് സിറ്റിയിലാണ്. ബായ് സിറ്റിയിലുള്ള മാർക്കിനെയാണ് ചിൽടൗണിലുള്ള ജിയാൻഗു വിരുന്നിന് വിളിക്കുന്നത്. ജിയാൻഗു ശരിക്കും നിർബന്ധിച്ചാ വിളിക്കുന്നത്. ജിയാൻഗു നിർബന്ധിച്ച് വിളിക്കുന്നുണ്ടെന്നും മാർക്ക് സമ്മതിച്ചു. ഫോൺ കട്ട് ചെയ്തിട്ട് മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, നമുക്ക് ചിൽടൗൺ വരെ ഒന്ന് പോകാം. അവിടെ ജിയാൻഗു നമുക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ നീലിന് സന്തോഷമായി. നീൽ ഫ്ലമിംഗ് കഴിഞ്ഞ 13 ദിവസവും മാർക്ക് പഠിപ്പിച്ച ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതങ്ങോട്ട് വിജയിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം മാർക്ക് ശക്തമായി ഡാർക്ക് എനർജി വലിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. മാർക്ക് ഡാർക്ക് എനർജി അതിശക്തമായി വലിക്കുമ്പോൾ ഒരു പ്രഷർ ചുറ്റും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിയായ അളവിൽ ശരിയായ രീതിയിൽ നീലിന് അങ്ങോട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും നീൽ മാർക്ക് പഠിപ്പിച്ച ആ ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാർക്ക് നീലും കൂടി ബായ് സിറ്റിയിൽ നിന്ന് ചിൽടൗണിലേക്ക് തിരിച്ചു. അന്നേ ദിവസം രാത്രി 8 മണി ജിയാൻഗുവിന്റെ വസതിയിലെത്തിയിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ ഒറ്റയ്ക്കേ ഉള്ളൂ. ബെല്ലടിക്കുന്ന കേട്ടതും ജിയാൻഗു ഓടി വന്ന് വാതിൽ തുറക്കുകയാണ്. മാർക്ക് ഫെല്ലറെ കണ്ടപ്പോൾ ജിയാൻഗു സന്തോഷത്തോടെ മാർക്ക് ഫെല്ലറെ അകത്തേക്ക് വിളിച്ചു. മാർക്ക്, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. മാർക്ക് ജിയാൻഗുവിനൊപ്പം അകത്തേക്ക് കടന്നു. എല്ലാ വിഭവങ്ങളും ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാർക്ക് ജിയാൻഗുവിനൊപ്പം ആ ഡൈനിങ് ടേബിളിലെത്തി. ഹേയ് ജിയാങ്, ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. മാർക്ക് വരുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കിയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ജിയാൻഗു മാർക്കിനെ ഇരിക്കാനായി ഇൻവൈറ്റ് ചെയ്തു. മാർക്ക് ആ ഡൈനിങ് ടേബിളിന് അടുത്തിരുന്നതും ഭക്ഷണങ്ങൾ ജിയാൻഗു മാർക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു. മാർക്ക് കഴിച്ചു തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മാർക്ക് ജിയാങ്ങിനോട് ചോദിച്ചു, ജിയാങ്ങിന് എന്നോടെന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ബായ് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. എന്താ എന്നോട് പറയാനുള്ളത്? അങ്ങനെ മാർക്ക് ചോദിക്കുമ്പോൾ ജിയാങ്ങിന്റെ കണ്ണുകൾ അയാൾ പോലും അറിയാതെ അടുത്ത മുറിയിലേക്ക് നീങ്ങി. ഹേയ് ജിയാങ്, എന്തു പറ്റി? ആരെ നോക്കുന്നത്? മാർക്ക്, അല്ല, ഞാൻ വെറുതെ. ഹേയ് ജിയാങ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. മാർക്ക് നിർബന്ധിച്ചിട്ടും ജിയാങ്ങിന് പറയാനൊരു മടി പോലെ. പെട്ടെന്ന് അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടത്. മാർക്ക് ഫെല്ലർ, ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ അകത്തേക്ക് വന്നു. നല്ല പൊക്കവും വണ്ണമുള്ള ആ മനുഷ്യനെ കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, ഹേയ് ഗോൾഡി, എത്ര നാളായി കണ്ടിട്ട്? ഗോൾഡിയും മാർക്ക് ഫെല്ലറും തമ്മിൽ ലിയോ കുടുംബത്തിൽ വെച്ച് ഒന്ന് ഏറ്റുമുട്ടിയതാണ്. മാർക്കിന്റെ ആ ഫൈറ്റിംഗ് പവർ കണ്ട ഗോൾഡി ശരിക്കും ആരാധനയോടെയാണ് അന്ന് മാർക്കിനടുത്ത് പിരിയുന്നത്. ഗോൾഡി ചിരിച്ചുകൊണ്ട് നടന്ന് ആ ടേബിളിനടുത്തേക്ക് വരുന്ന കണ്ടതും മാർക്ക് ഗോൾഡിയോട് പറഞ്ഞു, ഗോൾഡി, ഞാൻ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളൊരു ഗ്രാൻഡ് മാസ്റ്റർ ആയല്ലോ. ഗ്രാൻഡ് മാസ്റ്ററുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഊർജത്തിന്റെ അളവ് കൃത്യമായും മറ്റുള്ളവർക്ക് മനസ്സിലാവും. ജിയാൻഗുവും ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ശക്തമായ ബോഡിയുള്ള ഗോൾഡി ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയതിൽ വല്ലാത്തൊരു സന്തോഷം മാർക്കിന്റെ മുഖത്തുണ്ട്. മാർക്ക് ചിരിച്ചുകൊണ്ട് ഗോൾഡിയോട് അങ്ങനെ ചോദിച്ചതും ഗോൾഡി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊക്കെ വലിയ വളർച്ചയാണ്. മാർക്കിന്റെ വളർച്ചയല്ലേ ശരിക്കും എല്ലാവരും അതിശയിപ്പിക്കുന്നത്. മാർക്കിപ്പോ ഈ ചിൽഷറിലെ രാജാവല്ലേ, കിങ് ഓഫ് ചിൽഷർ എന്നാണല്ലോ മാർക്കിനെ ഇപ്പോ എല്ലാവരും സംബോധന ചെയ്യുക. ഹേയ് ഗോൾഡി, അതൊക്കെ ആളുകൾ തമാശയ്ക്ക് പറയുന്നതല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഭക്ഷണം പൂർത്തീകരിച്ച് എണീറ്റ് വാ കഴുകി വീണ്ടും ആ ടേബിളിനടുത്തേക്ക് വന്നതും ഗോൾഡി ആ മേശപ്പുറത്തുനിന്ന് ഒരു വൈൻ കുപ്പി എടുത്ത് പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് പകർന്നു. അതിൽ ഒരു ഗ്ലാസ് ഗോൾഡി മാർക്കിന് നേരെ നീട്ടി. മാർക്ക് സന്തോഷത്തോടെ ആ ഗ്ലാസ് വാങ്ങിക്കുകയും ചെയ്തു. ഗോൾഡിയും മാർക്കും ആ വൈൻ സിപ്പ് ചെയ്യുമ്പോൾ നിശബ്ദനായി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിയാൻഗു. ജിയാൻഗു ശരിക്കും അസ്വസ്ഥനാണ്. ജിയാൻഗുവിന് അറിയാം ഗോൾഡിയുടെ ശരീരത്തിലുള്ളത് ഹാനോവൻ എന്ന ഡാർക്ക് എർത്ത് വാലിയിലെ ഒരു വ്യക്തിയാണ്. അതറിയാതെയാണ് മാർക്ക് ഫെല്ലർ ഗോൾഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും ജിയാൻഗുവിനുണ്ട്.
ജിയാങ്കുവിന് ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അയാൾ യഥാർത്ഥത്തിൽ ഒരു ചതിയാണ് ചെയ്തിരിക്കുന്നത്. മാർക്ക് ഫെല്ലറെ അയാൾ ചതിയിൽ അവിടെ എത്തിച്ചതാണ്. ആ ചതി ബ്ലാക്ക് കുടുംബം തിരിച്ചറിഞ്ഞാൽ അതിന് ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് അയാളാണ്. അതേ സമയത്ത് അയാളുടെ മകൻ ഹാനോവിന്റെ കയ്യിലായതുകൊണ്ട് ആ ചതി ചെയ്യാതിരിക്കാനും അയാൾക്ക് പറ്റത്തില്ല. അതിൻ്റെതായ ഒരു ടെൻഷൻ ജിയാങ്കുവിന്റെ മുഖത്തുണ്ട്. ജിയാങ്കു ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാർക്ക് ഫെല്ലർ തിരിഞ്ഞ് ജിയാങ്ങിനോട് പറഞ്ഞു, ഏയ് ജിയാങ്, നിങ്ങളെന്താ സംസാരിക്കാതിരിക്കുന്നത്? വളരെ ടെൻഷൻ നിങ്ങൾക്ക് ഉള്ളതുപോലെ തോന്നുന്നു. ഏയ് മാർക്ക്, അങ്ങനെയൊന്നുമില്ല. മാർക്ക് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെ മറുപടി പറയാനേ ജിയാങ്ങിന് പറ്റുമായിരുന്നു. ജിയാങ് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ ശ്രമിച്ചതും മാർക്ക് ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ് സാരമില്ല, ഇത് ഗോൾഡി അല്ലെന്ന് എനിക്കും അറിയാം. മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ വാചകം കേട്ട ജിയാങ്ങും ഗോൾഡിയുടെ ശരീരത്തിലുള്ള ഹാനോവനും ഒരുപോലെ ഞെട്ടിയെന്ന് പറയാം. ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും ഹാനോവൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഞാൻ നിന്നെ സമ്മതിച്ചെന്നിരിക്കുന്നു. ശരിക്കും നിനക്ക് ഒരു വല്ലാത്ത എബിലിറ്റി ഉണ്ട്. ഏയ് നീ ആരാ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഹാനോവൻ പറഞ്ഞതും മാർക്ക് ഹാനോനോട് പറഞ്ഞു, അല്ല ശരിക്കും നീ ആരാ? നീ എന്തിനാ ഈ ഗോൾഡിയുടെ ശരീരം ഉപയോഗിക്കുന്നത്? അത് കേട്ടതും ഹാനോവൻ ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക്, എനിക്ക് ഈ ബോഡി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നോക്ക്, നല്ല ബോഡിയല്ലേ, നല്ല മസിലൊക്കെ അല്ലേ. എനിക്ക് നല്ല ബോഡി കാണുമ്പോൾ ശരിക്കും ഒരു ഇഷ്ടം തോന്നും. സത്യത്തിൽ എനിക്ക് നിന്റെ ബോഡിയും നന്നായി ഇഷ്ടമായിരിക്കുകയാണ്. ഞാൻ ഈ ബോഡി ഉപേക്ഷിച്ചിട്ട് നിന്റെ ബോഡി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. വളരെ കൂളായിട്ടാണ് ഹാനോവൻ അത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹാനോവൻ എന്നാണ്, ഹാനോവൻ മിങ്. ഞാൻ ഡാർക്ക് എർത്ത് വാലിയിൽ നിന്നാണ് വരുന്നത്. കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഹാനോവൻ മാർക്കിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മാർക്ക് ആ വൈൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈൻ കുടിച്ചു തീർത്ത് മാർക്ക് ആ വൈൻ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. ഹാനോവൻ, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ജിയാങ്ങിനെ ഉപയോഗിച്ച് എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയത്? മാർക്ക്, നീ ചോദിച്ചു നന്നായി. ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ആ ബ്രോൺസ് വാള്. രണ്ട്, ആ സ്റ്റോൺ പ്രതിമ. അത് രണ്ടും നീ എനിക്ക് നൽകിയാൽ നിന്നെ ഞാൻ കൊല്ലാതെ വിടാം. ഹാനോവൻ അവന്റെ ഉദ്ദേശം വ്യക്തമാക്കിയതും മാർക്ക് ചിരിച്ചുകൊണ്ട് ഹാനോനോട് പറഞ്ഞു, സോറി സുഹൃത്തെ, അത് രണ്ടും നടക്കില്ല. ഞാൻ നിനക്ക് വാളും തരില്ല, പ്രതിമയും തരില്ല. ഏയ് മാർക്ക്, നീ എന്ത് ധിക്കാരമായി പറയുന്നത്? ഏയ് ഹാനോവൻ, നീ വലിയ ധിക്കാരത്തോടെ സംസാരിക്കുന്നു വേണ്ട. നിന്റെ പ്രതിമയ്ക്കുള്ളിലെ ആ അജ്ഞാതനെ ഞാൻ കണ്ടുപിടിച്ചു. അയാളായിരിക്കും നിന്റെ ആശൻ. ഏയ് എന്റെ ആൻസസ്റ്ററെ കുറിച്ച് അങ്ങനെ സംസാരിക്കരുത്. ഡാർക്ക് എർത്ത് വാലിയുടെ സ്ഥാപകരിൽ ഒരാളാണ് ആ പ്രതിമയ്ക്കുള്ളിലുള്ളതെന്നാണ് അയാൾ ആൻസിസ്റ്റർ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത്. ഓ അത് ശരി, നിന്റെ ഗുരുക്കന്മാരിൽ ഒരാളാണല്ലേ ആ പ്രതിമയ്ക്കുള്ളിലുള്ളത്. അയാൾ പക്ഷെ ഒരു തെമ്മാടി തന്നെയാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞതും ശരിക്കും ഹാനോന് ദേഷ്യം വരികയാണ്. മാർക്ക്, എന്റെ ഗുരുനാഥനെ കുറിച്ച് അനാവശ്യം പറയരുത്. ഹാനോവൻ, നിന്റെ ഗുരുനാഥനെ പോലെ ഒരു തെമ്മാടി വേറെ കാണത്തില്ല. എന്തൊരു വൃത്തികെട്ടവനവൻ. അവനെ ആ സീലിനകത്താക്കിയത് നന്നായി. ഏയ് മാർക്ക്, ഞാൻ പറഞ്ഞു എന്റെ ഗുരുനാഥനെ കുറിച്ച് മോശമായി ഒന്നും പറയരുതെന്ന്. അവന്റെ ഗുരുനാഥനെ കുറിച്ച് മാർക്ക് പറയുമ്പോൾ ഹാനോവന് വല്ലാത്ത ദേഷ്യം വരികയാണ്. ശരിക്കും ഹാനോവന് ദേഷ്യം കണ്ട മാർക്ക് വീണ്ടും വീണ്ടും ആ പ്രതിമയ്ക്കുള്ളിലെ അവന്റെ ഗുരുനാഥനെ കുറിച്ച് മോശമായി സംസാരിച്ചു തുടങ്ങിയതും അന്തരീക്ഷം ഒന്ന് കനത്തു. ഹാനോവൻ ദേഷ്യത്തോടെ ഒന്ന് കൈ നിവർത്തി. അതിനുശേഷം അയാൾ ആ കൈ രണ്ടും മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൈ രണ്ടും അയാൾ മുകളിലേക്ക് കൊണ്ടുവന്നതും അതിശക്തമായ ഒരു കറുത്ത പുക ആ മുറിക്കകർ മുഴുവൻ വ്യാപിച്ചു. ഒരു വല്ലാത്ത പ്രഷർ ആ കറുത്ത പുക അവിടേക്ക് വന്നപ്പോൾ ആ മുറിക്കകത്ത് അനുഭവപ്പെട്ടു തുടങ്ങിയാണ്. ആ കറുത്ത പുക അവിടേക്ക് എങ്ങനെ വ്യാപിച്ചതും മാർക്ക് അവരെ കൈയൊന്ന് വീശി. മാർക്ക് ആ കൈയൊന്ന് വീശിയതും പെട്ടെന്ന് ആ കറുത്ത പുക അവിടെ നിന്ന് തെറിച്ചു മാറുകയാണ്. അത് കണ്ടതും ഹാനോവൻ പറഞ്ഞു, ഏയ് മാർക്ക്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ശരി, എന്നാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. മാർക്ക് ഫെല്ലറുമായി നേരത്തെ ഹാനോവൻ ഒന്ന് ഏറ്റുമുട്ടിയതാണ്. ആ സമയത്ത് ഹാനോവൻ ഉപയോഗിച്ചത് ഡാനി ഫെങ്ങിന്റെ ബോഡിയാണ്. ഡാനി ഫെങ്ങിന്റെ ബോഡിയേക്കാൾ ശക്തമായ ബോഡിയാണ് ഇപ്പം അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഗോൾഡിയുടെ ബോഡി ഉപയോഗിച്ചുകൊണ്ട് അയാൾ മാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഹാനോവൻ പെട്ടെന്ന് അയാളുടെ കൈ ഒന്ന് ഉയർത്തി.
അയാൾ കൈയെന്ന് നിർത്തുമ്പോൾ ശരിക്കും ഒരു കറുത്ത പുക അയാളുടെ കയ്യിൽ നിന്ന് അതിശക്തമായി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ മാർക്കിനെതിരെ പാഞ്ഞു വന്നു. ഒരു കറുത്ത ഗോളം അതിവേഗതയിൽ ആ മുറിക്കകത്തൂടി മാർക്കിനെതിരെ പാഞ്ഞു വരുമ്പോൾ ഒരു വല്ലാത്ത പ്രഷർ ആ മുറിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ശക്തനായ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് പോലും ജിയാൻ ഗുവിന് പോലും ആ കറുത്ത ഗോളത്തിന്റെ യാത്ര ആരംഭിച്ചപ്പോൾ പ്രഷർ സ്വയം അനുഭവപ്പെടുകയാണ്. ആ കറുത്ത ഗോളം മാർക്കിന് നേരെ പാഞ്ഞു വന്നതും മാർക്ക് കൈ ഉയർത്തൊരൊറ്റയിടി. മാർക്കിന്റെ കൈ മുന്നോട്ട് നീങ്ങിയതും ആ കൈക്കൊപ്പം ഒരു പ്രകാശം കൂടി മുന്നോട്ട് ചലിക്കുകയാണ്. ഇടതുവശത്തു നിന്ന് ഒരു കറുത്ത ഗോളം അന്തരീക്ഷത്തിൽ വരുന്നു, വലത് ഭാഗത്തു നിന്ന് ഒരു സുവർണ പ്രകാശം മുന്നോട്ട് വരികയാണ്. അത് രണ്ടും ഏകദേശം നടുക്ക് വെച്ച് ഒന്ന് കൂട്ടിമുട്ടി. അത് രണ്ടും ശക്തമായി കൂട്ടിമുട്ടുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ മുറിയിൽ മുഴുവൻ പ്രതിഫലിക്കുകയാണ്. അവിടെയുള്ള പല സാധനങ്ങളും അടർന്ന് താഴെ വീഴുകയും തകരുകയും ചെയ്തു. ചുവരുകൾ പോലും വിള്ളലുകൾ പതുക്കെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിശക്തമായ പ്രഷർ ആ ഇടി ഉണ്ടാക്കിയെന്ന് അർത്ഥം. ആ കറുത്ത ഗോളവും ആ ഗോൾഡൻ പ്രകാശവും മുഖത്തോട് മുഖം കൂട്ടിമുട്ടി അല്പസമയം നിന്നിട്ട് രണ്ടും പിന്മാറി. രണ്ടും പെട്ടെന്ന് അലിഞ്ഞു മാറുകയായിരുന്നു. അത് കണ്ടതും ഹാനോവൻ ഒന്ന് ചിരിച്ചു. മാർക്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. മാർക്ക് ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, ഏയ് നീ വലിയ ഡാർക്ക് എർത്ത് വാലിയിലെ വലിയ സംഭവമാണെന്നല്ലേ പറയണത്, ഇത്രേ ഉള്ളൂ അതിൻ്റെ കയ്യിൽ. മാർക്ക് അയാളെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചോദിച്ചതും ഹാനോവൻ അയാളുടെ ഇടത് കൈ ഒന്ന് ഉയർത്തി. ആ ഇടത് കൈ അയാൾ ഉയർത്തിയപ്പോൾ സ്വാഭാവികമായും അയാളുടെ ആ ഇടത് കൈയിൽ ഒരു കറുത്ത പുക ഉണ്ടാവുകയാണ്. ആ കറുത്ത പുക അയാളുടെ കയ്യിലുണ്ടായതും അയാളുടെ കൈ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചു. ഉടൻ ആ കറുത്ത പുക അയാളുടെ കൈക്ക് മുകളിലായി ഒരു കൈയായി തന്നെ രൂപം മാറുകയാണ്. ശരിക്കും ഒരു കൂറ്റൻ കൈ ആ കറുത്ത പുകയുടെ രൂപത്തിൽ അയാളുടെ കൈയുടെ മുകളിലായി ഉണ്ടായി. ആ കൈയുടെ വലിപ്പം പതുക്കെ പതുക്കെ വലുതായി വരികയാണ്. ആ കൈയുടെ വലിപ്പം വലുതായി വരുന്നതനുസരിച്ച് ആ മുറിക്കുള്ളിലെ പ്രഷർ കൂടുകയാണ്. ജിയാൻ ഗുവിന് പോലും ശരിക്കും പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ഒരുമാതിരിപ്പെട്ട പ്രഷറൊക്കെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി സാധാരണഗതിയിൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർക്ക് ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ആ പ്രഷർ ജിയാൻ ഗുവിന് താങ്ങാൻ പറ്റാത്ത ശൈലി ശക്തമാണ്. ആ കൈ താഴ്ന്നു തുടങ്ങിയതും താഴെ അനുഭവപ്പെടുന്ന പ്രഷറിന്റെ അളവ് കൂടുകയാണ്. ഹാനോവൻ അയാളുടെ കൈ താക്കുന്നതനുസരിച്ച് ആ മാന്ത്രിക കൈയും താഴ്ന്നു വരികയാണ്. ശക്തമായി ആ കൈ അങ്ങനെ താഴ്ന്നു വന്നതും മാർക്ക് ഫെല്ലർ തൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തി. മാർക്ക് ശക്തമായി മുകളിലേക്ക് ഒന്ന് ഇടിച്ചതും ആ കയ്യിൽ നിന്നുണ്ടായ ഗോൾഡൻ പ്രകാശം നേരെ മുകളിലേക്ക് പാഞ്ഞു. താഴേക്ക് താഴ്ന്നു വരുന്ന ആ കൂറ്റൻ കൈയിലേക്കാണ് ആ ഗോൾഡൻ പ്രകാശം ഇടിച്ചു കയറുന്നത്. അത് ഇടിച്ചു കയറിയതും ആ കൈ പല കഷ്ണങ്ങളായി ചിതറി. ആ കാഴ്ച ഹാനോവനെ തെല്ലുന്നുമല്ല അമ്പരപ്പിച്ചത്. അയാൾക്ക് ശരിക്കും ഒരു അതിശയം ഫീൽ ചെയ്യുകയാണ്. മാർക്ക്, നീ ഞാൻ വിചാരിച്ച ശൈലിയിലുള്ള ആളല്ലേ, സാരമില്ല, ഇനിയും നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഇടത് കൈയും വലത് കൈയും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തി. അടുത്ത നിമിഷത്തിൽ രണ്ട് കൂറ്റൻ ബോളുകൾ മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. ആ കറുത്ത ബോളുകൾ മാർക്കിനെതിരെ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്കിന്റെ ഇടത് കൈയും വലത് കൈയും ഒരുപോലെ ചലിച്ചു. ആ ബോളുകൾ പൊട്ടി. ശരിക്കും ആ ബോളുകൾ മാർക്കിന്റെ കൈ തമ്മിൽ തൊട്ടിട്ടില്ല. മാർക്കിന്റെ കൈയുടെ ആക്ഷന്റെ ഫലമായിട്ട് ഒരു ഗോൾഡൻ പ്രകാശം ഉണ്ടാവുകയും ആ ഗോൾഡൻ പ്രകാശം ആ ബാളുകളെ തകർത്തതുമാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് പിന്നെയും ബോളുകൾ മാർക്കിനെ പാഞ്ഞു വന്നു തുടങ്ങി. മാർക്ക് ആ ബോളുകൾ ഇടിക്കുന്നതനുസരിച്ച് ആ ബോളുകൾ തകരുന്നുണ്ടെങ്കിലും ബോളുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഒരെണ്ണം ഇടിച്ചു തകർക്കുമ്പോൾ രണ്ടെണ്ണം നിലയിൽ പന്തുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ ഹാനോവൻ കറുത്ത ബോളുകൾ ഇഷ്ടംപോലെ മാർക്കിനെതിരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിനെതിരെ പാഞ്ഞു വരുന്ന ബോളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മാർക്കിന്റെ ഇടിയുടെ വേഗത കൂടുന്നുണ്ടെങ്കിലും അതിന് ആനുപാതികമായി മാർക്കിന് പതുക്കെ പതുക്കെ ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം മാർക്ക് ആ ബോളുകളുമായി ഒന്ന് ഫൈറ്റ് ചെയ്തു. ഇപ്പോ മാർക്കിന് ശരിക്കും ഒരു ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങുകയാണ്. ഈ ശൈലിയിൽ താൻ മുന്നോട്ട് പോയാൽ താൻ പെട്ടുപോകുമെന്ന് ഒരു തോന്നൽ പെട്ടെന്ന് മാർക്കിനുണ്ടായി. മാർക്ക് ആ കറുത്ത ബോളുകളെ നേരിടുന്ന ആ ഗോൾഡൻ പ്രകാശം സൃഷ്ടിക്കുന്നത് ശരീരത്തിലെ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചാണ്. ആ സ്പിരിച്വൽ എനർജി മാർക്ക് ഉപയോഗിക്കുന്നതനുസരിച്ച് ശരീരത്തിലെ സ്പിരിച്വൽ എനർജി കുറഞ്ഞു വരും.
സ്പിരിച്വൽ എനർജി ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായാൽ താൻ അവസാനിക്കുമെന്ന് പെട്ടെന്ന് മാർക്കിന് മനസ്സിലായി. തന്നെ ക്ഷീണിപ്പിക്കാനായിട്ട് ഹാനോവൻ ഒരു അടവെടുക്കുന്നതാണ്. ആ അടവിനകത്താണ് താൻ വീണിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം പെട്ടെന്ന് മാർക്കിന് മനസ്സിലായി. അത് മനസ്സിലായതും മാർക്ക് അതിവേഗം മുന്നോട്ട് കുതിച്ചു. മാർക്കിന്റെ പുറത്തേക്ക് ഇങ്ങനെ കറുത്ത ബോളുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാനോവൻ പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. ഹാനോവൻ രണ്ട് കൈയും അനക്കുന്നതനുസരിച്ച് ബാളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബോളുകൾക്കിടയിലൂടെ ലൈറ്റിനും വേഗതയിൽ മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലർ പെട്ടെന്നാണ് ഹാനോവന്റെ തൊട്ടു മുന്നിലെത്തിയത്. ഹാനോവന്റെ തൊട്ടു മുന്നിലെത്തിയ മാർക്ക് ഒരൊറ്റ ഇടി, ശരിക്കും അപ്രതീക്ഷിതമായി മുന്നിലെത്തിയ മാർക്ക് ഫെല്ലർ അതിശക്തമായ ഒരൊറ്റ ഇടി. ആ ഇടിയിൽ ഹാനോവന്റെ നെഞ്ച് ശരിക്കും ഉള്ളിലേക്ക് വളഞ്ഞു എന്ന് മാത്രമല്ല, അയാൾ ഒത്തിരി പുറകോട്ട് തെറിക്കുകയും ചെയ്തു. തറയിലേക്ക് വീണ ഹാനോവന്റെ അടുത്ത് ഓടിയെത്തിയ മാർക്ക് ശക്തമായി ഒരൊറ്റ ഇടി. അയാളുടെ മുഖത്താണ് മാർക്കിന്റെ കൈ പതിഞ്ഞത്. ആ ഒരൊറ്റ ഇടിയിൽ ആ മുഖം ഏതാണ്ട് ഞണങ്ങി എന്ന് പറയാം. പാത്രം ഞണങ്ങുന്ന പോലെ ആ മുഖം ഏതാണ്ട് ഞണങ്ങിപ്പോയി. വീണ്ടും മാർക്ക് ആഞ്ഞടിക്കുകയാണ്. തുരുതുര മാർക്ക് ഇടിക്കുകയാണ്. ഇടിയേറ്റ് ഹാനോവൻ ഏതാണ്ട് മൃതപ്രായമായി. ഈ സമയത്ത് മാർക്ക് ഇടിയൊന്ന് നിർത്തി ഹാനോവനെ നോക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു രംഗമാണ് മാർക്ക് കാണുന്നത്. ഇടിയേറ്റ് തകർന്ന് തരിപ്പണമായി പോയ ഹാനോവൻ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് വീണ്ടും പഴയ രൂപത്തിലേക്ക് എത്തുകയാണ്. ചിരിച്ചുകൊണ്ട് ഹാനോവൻ ചാടി എണീറ്റു. മാർക്ക്, കൊള്ളാം, നീ ശരിക്കും ശക്തനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഗോളിയുടെ ബോഡിയിലാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഇടിച്ചിരിക്കുന്നത്. ഗോളിയുടെ ബോഡിയെ ഇടിച്ച് മാർക്ക് ഒരു പരുവാക്കിയെങ്കിലും ആ ബോഡി ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പഴയ രൂപത്തിലേക്ക് ഹാനോവൻ എത്തിച്ചിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് ദേഷ്യം വന്ന മാർക്ക് വീണ്ടും ഒരൊറ്റ ഇടി. ഈ പ്രാവശ്യം ആ ഇടിയേറ്റ് ഹാനോവൻ തെറിച്ച് ചുവരിലിടിച്ച് താഴേക്ക് വീണു. ഹാനോവന്റെ മുഖം ആ ഒറ്റ ഇടിക്ക് നേരത്തെ പോലെ ഏതാണ്ട് ഒരു പരുവമായി. ദേഷ്യം തീരാത്ത മാർക്ക് ചാടി ഹാനോവന്റെ അടുത്തെത്തി കാലുകൊണ്ട് വീണ്ടും അയാൾ ആഞ്ഞു തൊഴിക്കുകയാണ്. ആ തൊഴി ഹാനോവനെ തെറിപ്പിച്ച് ചുവരിലേക്ക് നേടിച്ചു. അതിശക്തമായിട്ടാണ് ആ രണ്ട് തവണയും ഹാനോവൻ ചുവരിൽ വന്നിടിക്കുന്നത്. അതിന്റെ ഫലമായി ആ ചുവരുകൾ ഒന്ന് പൊട്ടി ഇടിഞ്ഞ് താഴേക്ക് വീണു. അവിടെ മറ്റു മുറികളിലേക്കുള്ള ചുവരുകളായിരുന്നു. ആ ചുവരുകളാ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. പക്ഷേ ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും ഹാനോവൻ വീണ്ടും പൂർവ്വസ്ഥിതിയായി. ഈ പ്രക്രിയ പിന്നെയും ആവർത്തിച്ചു. ഒരു 10 തവണയെങ്കിലും മാർക്ക് ഫെല്ലർ ഹാനോവനെ ഇടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ടാവും. പക്ഷെ ആ 10 തവണയും ഹാനോവന്റെ ബോഡി പിന്നെയും പഴയ ശൈലിയിലായി. 10ാമത്തെ തവണയും ആ രൂപം തിരിച്ചു പിടിച്ച ഹാനോവൻ ഒന്ന് ചിരിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ഹാനോവൻ പറയുമ്പോൾ മാർക്കിനും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാനോവനെ ഓരോ തവണ മാർക്ക് ആക്രമിക്കുമ്പോഴും മാർക്കിന്റെ ശരീരത്തിലെ ഊർജം ഏതാണ്ട് കുറഞ്ഞു വരികയാണ്. ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റാതാവും. ഹാനോവൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മാർക്കും ഒന്ന് ചിരിച്ചു. ഹേയ് ഹാനോവൻ, നീ എൻ്റെ ഊർജം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഹാനോവൻ, നിനക്കും ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഓരോ തവണ നിന്നെ മുറിപ്പെടുത്തുമ്പോഴും നീ വീണ്ടും നിന്റെ ബോഡി ശരിയാക്കുമ്പോൾ നിന്റെ ശരീരത്തിലെ ഊർജവും കുറയുന്നുണ്ട്. നീ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള പ്രകൃതിയും കൂടി റീകൺസ്ട്രക്ഷൻ ആവുകയാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ജിയാങ്ഗുവും അക്കാര്യം ശ്രദ്ധിച്ചത്. ജിയാങ്ഗുവിന്റെ വീടിനകത്താണ് ഈ ഫൈറ്റ് നടക്കുന്നത്. മാർക്കും ഹാനോവൻ തമ്മിലുള്ള ആ ഫൈറ്റിൽ മാർക്ക് ഹാനോവനെ ഇടിച്ച് തെറിപ്പിക്കുമ്പോൾ ആ മുറിക്കകത്തുള്ള പല ഫർണിച്ചറും തകരുന്നുണ്ടായിരുന്നു. ചുവരുകൾ തകർന്നു വീണിരുന്നു. ഇപ്പോ ജിയാങ്ഗു ആ തകർന്നു വീഴുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയെല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ചുവരുകളൊക്കെ പഴയതുപോലെ വന്നിരിക്കുകയാണ്. ടേബിളും മറ്റു ഫർണിച്ചറും ഒക്കെ പഴയതുപോലെ തന്നെ ഉണ്ട്. ഓരോ തവണ ഹാനോവന്റെ ബോഡി ശരിയാകുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിച്ചത് നേരത്തെ അവസ്ഥയിലേക്ക് ആ പ്രകൃതി മടങ്ങുന്നതാണ്. നേരത്തെ എന്തായിരുന്നു അതിലേക്ക് മടങ്ങുകയാണ്. പക്ഷെ ഈ ഓരോ മടക്കത്തിന് വേണ്ടിയും ഗോൾഡിയുടെ ബോഡിക്കകത്തുള്ള ഹാനോവന് അവന്റെ ശരീരത്തിലെ ഊർജം പൂർണ്ണമായും ഉപയോഗിക്കേണ്ടി വരികയാണ്. തന്റെ ട്രിക്ക് മാർക്ക് ഇതാ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം ഇപ്പോൾ ഹാനോവൻ അറിയാം. മാർക്ക്, നീ
കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്ന ആളാണല്ലേ. അങ്ങനെ അവൻ ചോദിക്കുമ്പോഴേക്കും മാർക്ക് അവന് തൊട്ടു മുന്നിലെത്തി. ഈ പ്രാവശ്യം മാർക്ക് അവന്റെ നെഞ്ചിൽ തുരുതുര ഇടിച്ചു തുടങ്ങി. ഇടിയെന്ന് പറഞ്ഞ എണ്ണം പറഞ്ഞ ഇടിയാണ്, പറ ഇടിക്കുകയാണ്. ആ ഇടിയേറ്റ് ഹാനവന്റെ ആ ബോഡി കഷ്ടം കഷ്ടമായി ചിതർന്നുവരെ മാർക്ക് ഇടിക്കുകയാണ്. ഇടിക്കുന്നിടയിൽ മാർക്ക് ഹാനോനോട് പറഞ്ഞു, എനിക്കറിയാം ഈ ഇടി നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന്, ഈ വേദന കൊണ്ട് നീ പൊളയണം. ഹാനോനോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് നെഞ്ചിൽ ആഞ്ഞിടിക്കുകയാണ്. ശരിക്കും ഗോളിയുടെ ശരീരത്തിലാണ് ഇടി ഏൽക്കുന്നെങ്കിലും ആ നെഞ്ചിലേക്ക് വരുന്ന ഇടി വേദന ഹാനോവനിലും കൊണ്ടുവരുന്നുണ്ട്. ഇടിയേറ്റ് തകർന്ന് തരിപ്പണമായ ഹാനോവൻ വീണ്ടും ബോഡി ക്രമീകരിച്ചു. പക്ഷേ അയാൾ കിതയ്ക്കുന്നുണ്ട്. അയാൾ ബോഡി പഴയതുപോലെ ആകുന്നുണ്ടെങ്കിലും ശരിക്കും ഒരു ക്ഷീണവും കിതപ്പും ഹാനോവനിൽ കാണുന്നുണ്ട്. ഹാനോവന്റെ ബോഡി ക്രമീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് മാർക്ക്. ആ ബോഡി ക്രമീകരിച്ചതും മാർക്ക് വീണ്ടും ഇടി തുടങ്ങി. വീണ്ടും നെഞ്ചിലാണ് ലക്ഷ്യമിടുന്നത്. അയാൾക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ പറ ഇടിയാണ്. സെക്കൻഡിൽ ഡസൻ ഇടി എന്നൊക്കെ പറയും പോലെ മാർക്ക് അയാളുടെ പുറത്തേക്ക് ഇടിക്കുകയാണ്. ആ ഇടി തീരുമ്പോൾ ഹാനോവൻ കഷ്ടമായി ചിതറിയ ശൈലിയിലാണ്. വീണ്ടും ഹാനോവൻ ബോഡി ക്രമീകരിക്കും. ഹാനോവന്റെ കിതപ്പ് കൂടി തുടങ്ങി. അത് കണ്ട് ചിരിച്ചുകൊണ്ട് മാർക്ക് പിന്നെ ഇടി തുടങ്ങി. ഈ പ്രാവശ്യം മാർക്ക് ലക്ഷ്യമിടുന്നത് അയാളുടെ മുഖമാണ്. മുഖം ഏതാണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ മാർക്ക് ഇടിച്ച് പദം വരുത്തിയിട്ട് മാർക്ക് നിർത്തി. തിരിച്ചറിയാൻ കഴിയാത്ത പരുവത്തിലായ ആ മുഖം ഹാനോവൻ ക്രമീകരിച്ചു. പക്ഷേ ഹാനോവന്റെ കിതപ്പ് കൂടുകയാണ്. ഈ പ്രക്രിയ ഏകദേശം 4 റൗണ്ടിലൂടെ കഴിഞ്ഞപ്പോൾ ഹാനോവന് അയാളുടെ ബോഡി ക്രമീകരിക്കാൻ പറ്റാത്ത ശൈലിയിൽ പെയിൻ അനുഭവപ്പെട്ടു തുടങ്ങി. അയാൾ നന്നായി കിതയ്ക്കുകയാണ്. ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ താൻ ആ ബോഡിയിൽ വെച്ച് തന്നെ തീരുമെന്ന് ഒരു തോന്നൽ ഹാനോവന് ആ നിമിഷത്തിലാണ് ഉണ്ടാകുന്നത്. ഈ കാഴ്ച അമ്പരപ്പോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ജിയാങ്കു. ശരിക്കും കിതയ്ക്കുന്ന ഹാനോവൻ അപ്പോഴാണ് ജിയാങ്കുവിനെ കാണുന്നത്. ഗോളിയേക്കാൾ ശക്തനാണ് ജിയാങ്കു. അക്കാര്യം ഹാനോവൻ അറിയാം. ഗോളിയുടെ ശരീരത്തിലേക്ക് ആഞ്ഞിടിക്കാനായി മാർക്ക് തയ്യാറെടുക്കുമ്പോൾ ഗോളിയുടെ ശരീരത്തിലുള്ള ഹാനോവൻ പെട്ടെന്ന് കണ്ണടച്ച് എന്തോ മന്ത്രം ചൊല്ലി തുടങ്ങി. ഇവനെന്തോ പുതിയ തന്ത്രം ഉപയോഗിക്കാൻ പോവുകയാണെന്ന് തോന്നിയ മാർക്ക് നിശ്ചലനായി ആ കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ പെട്ടെന്ന് ജിയാങ്കു ഒന്ന് അനങ്ങി. ജിയാങ്കുവിന്റെ ബോഡി ഒന്ന് വിറച്ചു. ഒന്ന് വിറച്ച ജിയാങ്കു ശരിക്കും ഒന്ന് അസ്വസ്ഥനായി. ആ നിമിഷത്തിൽ ഹാനോവൻ ജിയാങ്കുവിനോട് പറഞ്ഞു, ജിയാങ്, ഈ ചിൽഷേറിന്റെ തലപ്പത്തെത്താൻ നീ ഇപ്പോ മാർക്കിനെ ആക്രമിക്കണം. ഒറ്റയിടിക്ക് നീ മാർക്കിനെ കൊല്ലണം. ജിയാങ്ങിൽ നിന്ന് ഏതാനും അടി ദൂരെ മാറി നിന്നുകൊണ്ടാണ് ഹാനോവൻ അങ്ങനെ പറഞ്ഞത്. മാർക്കിനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹാനോവൻ ദൂരെ നിൽക്കുന്ന ജിയാങ്ങിനെ നോക്കി അങ്ങനെ പറഞ്ഞതും ജിയാങ് സാവധാനം മുന്നോട്ട് നടന്നു തുടങ്ങി. ജിയാങ്ങിനെ റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാൻ ഇതാ ഹാനോവിന് പറ്റുകയാണ്. ഇതെന്ത് ശൈലിയിലുള്ള തന്ത്രമാണ് എന്നതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ വാതിൽക്കൽ ഒരു ശബ്ദം. ആ ശബ്ദം കേട്ട് ജിയാങ്ങും മാർക്കും ഹാനോവനും വാതിൽക്കലേക്ക് നോക്കുമ്പോൾ വാതിൽക്കൽ എത്തിയിരിക്കുന്നത് സാക്ഷാൽ നീൽ ഫ്ലെമിംഗ് ആണ്. നീൽ ഫ്ലെമിംഗ് ഒരാളെ പിടിച്ചിട്ടുണ്ട്. ആ കാഴ്ചയിലേക്ക് ജിയാങ് നോക്കുമ്പോൾ നീൽ ഓർക്കെ ജിയാങ്ങിനോട് പറഞ്ഞു, ജിയാങ്, നിങ്ങളുടെ മകൻ യുവാനാണിത്. ജിയാങ് യുവാനെ നീൽ ഫ്ലെമിംഗ് അവിടേക്ക് കൊണ്ടുവന്നത് കണ്ടതും ഹാനോവൻ ശരിക്കൊന്ന് ഞെട്ടി. ഹാനോവൻ അമ്പരപ്പോടെ നീൽ ഫ്ലെമിങ്ങിനെ ഒന്ന് നോക്കുന്ന കണ്ടതും മാർക്ക് ഹാനോനോട് പറഞ്ഞു, ഹാനോവൻ, ഈ രാത്രി തന്നെ ഞാൻ വിരുന്നിനെത്തണമെന്ന് ജിയാങ്കു എന്നോട് പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാണ്. അതുകൊണ്ട് ബായ് സിറ്റിയിൽ നിന്ന് ഇവിടെ ഞാനും നീലും കൂടെ എത്തിയ ഉടൻ ഞങ്ങൾ ഈ ഭാഗമൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് യുവാൻ നിന്റെ തടവിലാണെന്ന് എനിക്ക് മനസ്സിലായത്. നിന്റെ തടവിലുള്ള യുവാനെ കണ്ടുപിടിക്കാനായി ഞാൻ ഈ വീട്ടിലേക്ക് കയറിയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് യുവാൻ്റെ ഒരു മുടി സംഘടിപ്പിച്ച് ആ മുടി ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് യുവാൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതാണ്. ഞാൻ അറിയിച്ചനുസരിച്ച് നീൽ അവിടെ പോയി യുവാനെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ശരിക്കും രഹസ്യ താവളത്തിൽ യുവാനെ തടവിലിട്ടിട്ടാണ് ഹാനോവൻ അവിടെ എത്തിയത്. യുവാൻ ഹാനോവന് തടവിലാണെന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ജിയാങ്കു യഥാർത്ഥത്തിൽ ഹാനോവൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ നിർബന്ധിതനായത്. ഇതാ യുവാൻ തിരിച്ചെത്തിയിരിക്കുന്ന കണ്ടതും ജിയാങ്കു ഓടി നീലിൻ്റെ അടുത്തെത്തി
യുവാനെ നോക്കി. യുവാൻ അബോധാവസ്ഥയിലാണ്. ഈ സമയത്ത് മാർക്കും ഓടി യുവാന്റെ അടുത്തെത്തി. മാർക്ക് യുവാനെ നോക്കിയിട്ട് ജിയാങ് ഗുവിനോട് പറഞ്ഞു, ഏയ് ജിയാങ്, യുവാന് കുഴപ്പമൊന്നുമില്ല. അത് കേട്ടതും ദേഷ്യത്തോടെ ജിയാങ് ഗു തിരിഞ്ഞ് ഹാളിനകത്തേക്ക് പാഞ്ഞു പോകുന്നതാണ് മാർക്ക് കണ്ടത്. ജിയാങ്ങിന്റെ ലക്ഷ്യം സാക്ഷാൽ ഹാനോവനാണ്. ആ ലക്ഷ്യം മനസ്സിലാക്കിയ ഹാനോവൻ പെട്ടെന്ന് ഗോൾഡിയുടെ ശരീരത്തിൽ നിന്ന് ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് ചാടി. അത് കൃത്യമായും മാർക്ക് കണ്ടു. ദേഷ്യത്തോടെ ഗോൾഡിക്ക് നേരെ ഓടിയെടുക്കുന്ന ജിയങ് അത് കണ്ടതുമില്ല. ഗോളിയെ ഒറ്റയിടിക്ക് ജിയങ് കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയതും മാർക്ക് ലൈറ്റനിങ് വേഗതയിൽ മുന്നോട്ട് കുതിച്ചു. ഇതൊക്കെ അതിവേഗതയിലാണ് സംഭവിക്കുന്നത്. ജിയങ് മുന്നോട്ട് കുതിച്ചപ്പോൾ അതിനേക്കാൾ വേഗതയിൽ മാർക്ക് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഗോളിയുടെ മുന്നിലേക്ക് എത്തിയ ജിയാങ് അയാളുടെ മുഴുവൻ ശക്തിയും സംഭരിച്ച ഒരു ഒറ്റ ഇടി. അയാൾ ഇടിക്കുന്നത് ഹാനോവിനെയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഹാനോവൻ ആ ബോഡിയിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുകയാണ്. ജിയാങ്ങിന്റെ കൈ ഗോളിയുടെ ബോഡിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ നിമിഷത്തിലാണ് ജിയാങ്ങിന്റെ കൈക്കും ഗോളിയുടെ ബോഡിക്കും ഇടയിലേക്ക് മാർക്ക് ഇടിച്ചു കയറുന്നത്. അതിന്റെ ഫലമായി ജിയാങ്ങിന്റെ ശക്തമായ ആ ഇടി വന്ന് പതിച്ചത് മാർക്കിന്റെ നെഞ്ചിലാണ്. ഇടിയേറ്റ മാർക്ക് ശരിക്കും ഒന്ന് പുറകോട്ടാഞ്ഞു. അയാൾ ഗോൾഡിയുടെ പുറത്ത് തട്ടിയതും ഗോൾഡിയും അയാളും കൂടി പെട്ടെന്ന് താഴേക്ക് വീണു. അപ്രതീക്ഷിതമായി മാർക്ക് ഫെല്ലർ ഇടയ്ക്ക് കയറി ആ ഹാനോവിനെ രക്ഷിച്ചതിൽ അസ്വസ്ഥനായ ജിയാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്തായി ചെയ്തത്? എന്തിനാണ് രക്ഷിച്ചത്? ഇടിയേറ്റ് താഴെ വീണ മാർക്ക് എണീറ്റ് നെഞ്ച് തടവിക്കൊണ്ട് ജിയാങ് ഗുവിനോട് പറഞ്ഞു, ഏയ് ജിയാങ്, ഇത് ഗോൾഡിയാണ്. ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഹാനോവൻ ചാടി രക്ഷപ്പെട്ടു. ഗോൾഡിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഹാനോവൻ ചാടി രക്ഷപ്പെട്ടു എന്ന് മാർക്ക് പറയുമ്പോഴേക്കും മാർക്ക് നെഞ്ച് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു പെയിൻ മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. മാർക്കിന്റെ ശരീരത്തിലെ മുഴുവൻ എനർജിയും നേരത്തെ ഹാനോവനുമായി എതിരിടുന്ന സമയത്ത് മാർക്ക് എടുത്ത് ഉപയോഗിച്ചതാണ്. മാർക്ക് ഏതാണ്ട് തളർന്നു തുടങ്ങിയപ്പോഴാണ് ജിയാങ്ങിന്റെ ഇടി ഏറ്റുവാങ്ങിയത്. മാർക്ക് ജിയാങ്ങിനെ ഒന്ന് നോക്കിയിട്ട് താഴേക്ക് വീണു. ഈ സമയത്ത് ആ കാഴ്ച കണ്ട നീൽ ഓടി മാർക്കിനടുത്തെത്തി. മാർക്കിനടുത്തെത്തിയ നീൽ ജിയാങ്ങിനോട് ചോദിക്കുകയും ചെയ്തു, ഏയ് ജിയാങ്, നിങ്ങൾ എന്താ ചെയ്തത്? മാർക്ക് എന്താ ചെയ്തത്? നീൽ ആ ചോദ്യം ചോദിച്ച് ഏകദേശം ഒരു 12 മണിക്കൂർ കഴിയുമ്പോഴാണ് മാർക്ക് കണ്ണു തുറക്കുന്നത്. മാർക്ക് കണ്ണു തുറക്കുമ്പോൾ മാർക്കിന്റെ അടുത്ത് തന്നെ നീലുണ്ട്. ജിയാങ് ഗുവിനെ ഇടിയേറ്റ് താഴെ വീണോയ മാർക്കിനെ ജിയാങ് ഗുവും നീലും കൂടി എടുത്ത് കിടക്കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. 12 മണിക്കൂറോളം റെസ്റ്റ് എടുത്തപ്പോൾ മാർക്ക് പഴയ ഊർജം വീണ്ടെടുത്തതാണ്. കണ്ണു തുറന്ന മാർക്ക് തന്നെ നോക്കിയിരിക്കുന്ന നീലിനെയാണ് കാണുന്നത്. നീലാണെങ്കിൽ ഏതാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും പോലെയാണ്. ഏയ് നീൽ, നീ എന്തിനാ കരയുന്നത്? ആ ചോദ്യം കേട്ട് നീൽ ശരിക്കും അമ്പരന്ന് പോവുകയാണ്. അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ മാർക്ക് കണ്ണു തുറന്നത് അവൻ കണ്ടില്ല എന്നാണ് സത്യം. ഹേയ് മാർക്ക്, ശരിക്കും അയാൾ അങ്ങനെ പറയുമ്പോൾ അയാളുടെ മുഖത്ത് വല്ലാതെ സന്തോഷമുണ്ട്. ഈ സമയത്താണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ജിയാങ് യുവാനുമായി ജിയാങ് ഗു അങ്ങോട്ടേക്ക് വന്നത്. അവിടെ എത്തിയ ജിയാങ് ഗു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, താങ്ക് യു. ഏയ് ജിയാങ്, സാരമില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജിയാങ് ഗു യുവാനോട് പറഞ്ഞു, യുവാൻ, മാർക്കിനോട് താങ്ക്സ് പറ. ജിയാങ് ഗു പറഞ്ഞത് കേട്ടതും യുവാൻ അത്ര താല്പര്യമില്ലാതെയാണെങ്കിലും മാർക്കിനോട് പറഞ്ഞു, താങ്ക് യു മാർക്ക്. അയാളുടെ ശബ്ദത്തിൽ ഒരു താല്പര്യക്കുറവ് പ്രതിഫലിക്കുന്നുണ്ട്. യുവാൻ അങ്ങനെ പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും ജിയാങ് ഗു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ നിമിഷം മുതൽ ഞാൻ സത്യമായിട്ടും നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുകയാണ്. ഞാൻ ഇതുവരെയും നിങ്ങളെ അനുസരിച്ചത് ഭയം കൊണ്ടാണ്. പക്ഷെ ഈ നിമിഷം മുതൽ ഞാൻ സത്യമായിട്ടും ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും കടപ്പാട് കൊണ്ടും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയാണ്. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. മാർക്ക് ഫെല്ലറോട് ജിയാങ് ഗു അങ്ങനെ പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അത് ശരിക്കും പ്രതിഫലിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ജിയാങ് ഗുവിനോട് യാത്ര പറഞ്ഞിട്ട് മാർക്കും നീലും കൂടി മിഡിൽ സിറ്റിയിലേക്ക് തിരിച്ചു. അവരുടെ വാഹനം ഡ്രാഗൺ പാരഡൈസിന് മുന്നിലെത്തുമ്പോൾ മാർക്ക് ആ വീടിന് മുന്നിൽ മറ്റൊരു വാഹനം കിടക്കുന്നത് കണ്ടു. ന്യൂ സെലസ്റ്റർ രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരു വാഹനമാണ് അവിടെ കിടക്കുന്നത്. അത് കണ്ടതും കാറിൽ നിന്ന് ഇറങ്ങിയ മാർക്കിന് ശരിക്കും സന്തോഷം. ഓ, ഇവര് വന്നോ?
ആ ചിന്തയോടുകൂടിയാണ് മാർക്ക് ഓടി വീടിന്റെ മുന്നിലേക്ക് വരുന്നത്. മാർക്കിന്റെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. സന്തോഷത്തോടുകൂടി വീടിനകത്തേക്ക് മാർക്ക് ഓടിക്കേറിയതും മാർക്ക് ഒരാളുടെ പുറത്തിടിച്ച് താഴെ വീണു. താഴെ വീണ മാർക്കിനെ ഒരാൾ പെട്ടെന്ന് പിടിച്ചെടിയിപ്പിച്ചു. തൻ്റെ വീടിനകത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കണ്ട് മാർക്കിന് ശരിക്കും അതിശയം. ഏയ്, ആരാ നിങ്ങൾ? മാർക്ക് എങ്ങനെ ചോദിച്ചതും ആ മനുഷ്യൻ മാർക്കിനോട് ചോദിച്ചു, ഓ, നീയാണല്ലേ കിങ് ഓഫ് ചെൽഷയർ? അത് ആളുകൾ വെറുതെ പറയുന്നത്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പോ നിനക്ക് നീ ഒരു സാധാരണക്കാരനാണെന്ന് അറിയാമല്ലേ? പെട്ടെന്ന് അയാൾ ആ ശൈലിയിലെ ഡയലോഗ് പറഞ്ഞപ്പോ മാർക്കിന് ഒരു അമ്പരപ്പ്. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഡോ, ഒരു സാധാരണക്കാരൻ മാത്രമായി നീ എമിലി ബ്ലാക്കിനെയൊക്കെ പ്രണയിക്കാനുള്ള കരുത്ത് നേടിയോ? ആ ചോദ്യം ആ ആഗതൻ ചോദിച്ചപ്പോ മാർക്കിന് പെട്ടെന്ന് ഒന്ന് കത്തി. ഇവൻ ചിലപ്പോ എമിലിയെ പ്രണയിക്കുന്ന ആരെങ്കിലും ആകും. തങ്ങളുടെ പ്രണയത്തിനിടയിലെ വില്ലൻ ഇനി ഇവനാകുമോ? അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാർക്ക് അവരോട് ചോദിച്ചു, ഏയ്, ഞാനും എമിലിയും തമ്മിലുള്ള ബന്ധം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആരാണ്? മാർക്കിന്റെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് മറ്റൊരു വ്യക്തിയാണ്. ഇത് യങ് മാസ്റ്റർ ഹാൻ വിൽമൗണ്ട്. ഹാൻ കുടുംബത്തിലെ യങ് മാസ്റ്ററാണ്. ഹാൻ കുടുംബമോ? അതേത് കുടുംബം? മാർക്ക് അങ്ങനെ ചോദിച്ചപ്പോ മാർക്കിനോട് സംസാരിച്ചുകൊണ്ടുന്ന ആ ചെറുപ്പക്കാരനും അയാൾക്കൊപ്പമുള്ള ആളും ഒന്ന് മുഖത്തോടെ നോക്കുകയാണ്. അത് ശരി, നിനക്ക് ഹാൻ കുടുംബത്തെ കുറിച്ച് അറിയില്ലല്ലേ? നിനക്ക് ബ്ലാക്ക് കുടുംബം അറിയാമല്ലോ. എമിലി ബ്ലാക്കിനെ കുറിച്ച് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ മാർക്കിന് ആ കാര്യം ഉറപ്പായി. തനിക്കിതാ ഒരു എതിരാളി ഉണ്ടായിരിക്കുന്നു. മാർക്കിന്റെ മനസ്സിലേക്ക് ആ ചിന്ത വരുമ്പോഴത്തേക്കും അയാൾ മാർക്കിനോട് ചോദിച്ചു, അപ്പോ നിനക്ക് ഹാൻ കുടുംബത്തെ അറിയില്ല? ഞാൻ പറഞ്ഞല്ലോ, ഹാൻ കുടുംബം ബ്ലാക്ക് കുടുംബത്തെ പോലെ ന്യൂ സെലസ്റ്റിലെ പ്രധാന കുടുംബമാണ്. എനിക്ക് അറിയാൻ വയ്യഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, മിസ്റ്റർ മാർക്ക്, നിങ്ങളെപ്പോലുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ശരീരമൊക്കെ ചിന്തിക്കുന്നത്? അല്ല, താങ്കൾ എന്താ അങ്ങനെ ചോദിച്ചത്? എടോ, ഞങ്ങൾ ഈ അരിസ്റ്റോക്രാറ്റ് ഫാമിലികളിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകളോട് സംസാരിക്കാൻ പോലും നിന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് അവകാശമില്ല. ആ അവസരത്തിൽ നീ എമിലിയെ പോലെ ഒരാളെ ആഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് ശരിക്കും തലയ്ക്ക് സുഖമില്ല എന്ന് കരുതേണ്ടി വരില്ലേ? ഏയ്, നിങ്ങൾ ഒരു കാര്യം മറന്നു പോകുന്നു. ഞാനും എമിലിയും ഇഷ്ടത്തിലാണ്. ഞാൻ ഒരു വർഷത്തിനുള്ളിൽ ന്യൂ സെലസ്റ്റിൽ വരികയും എമിലിയെ വിവാഹം ആലോചിക്കുകയും ചെയ്യും. അതിനിടയിലേക്ക് വേറെ ആരെയും ക്ഷണിക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. നീ എന്താ പറഞ്ഞേ? നീ ന്യൂ സെലസ്റ്റിൽ വന്ന് എമിലിയെ വിവാഹം ആലോചിക്കുന്നു? എടോ, ഞാൻ ഇതുവരെ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? നിന്നെപ്പോലൊരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ കഴിയുന്ന ആളല്ല എമിലി. ആയിക്കോട്ടെ, പക്ഷെ എമിലിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് എമിലിയും. മാർക്ക് വീണ്ടും ആ മറുപടി പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന് ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. നീ അത് പറയരുത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പതുക്കെ ഒന്ന് വ്യായാമം ചെയ്യുമ്പോലെ കൈ ഒന്ന് അനക്കിയപ്പോ ഒരു മാറ്റം ആ മുറിയിൽ സംഭവിക്കുകയാണ്. ശരിക്കും ആ മുറിക്കകത്തേക്ക് ഒരു പ്രഷർ കടന്നു വന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ ജിയാങ് ബ്ലാക്കിനെ നേരിട്ടപ്പോ അനുഭവപ്പെട്ടതിനേക്കാൾ പ്രഷർ ഇതാ അവിടെ അനുഭവപ്പെടുകയാണ്. ജിയാങ് ബ്ലാക്കിനേക്കാൾ ശക്തനാണ് ആ ചെറുപ്പക്കാരനെന്ന് ഏതാനും നിമിഷം കൊണ്ട് മാർക്കിന് ബോധ്യമായി. മാർക്കിന് അങ്ങനെ തോന്നുമ്പോഴേക്കും മാർക്കിന്റെ ഇരു ഷോൾഡറിലും ശരിക്കും ഒരു ബലം അനുഭവപ്പെടുകയാണ്. മാർക്കിന്റെ മുകളിൽ അയാൾ അങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മാർക്ക് താഴേക്ക് വീണു. മാർക്കിന്റെ ബോഡിയിലെ ഓരോ എല്ലും ഏതാണ്ട് ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന അനുഭവപ്പെടുന്നുണ്ട് അയാൾ ആ ബലം കൊടുക്കുമ്പോൾ. മാർക്ക് ശരിക്കും ശക്തനാണെങ്കിലും ആ ബലം താങ്ങാനുള്ള കപ്പാസിറ്റി മാർക്കിനില്ല. മാർക്ക് താഴേക്ക് വീഴുമ്പോൾ അയാൾ വീണ്ടും ബലം പ്രയോഗിക്കുകയാണ്. അങ്ങനെ ബലം പ്രയോഗിച്ചുകൊണ്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, നിന്നെപ്പോലെ ഒരുത്തനെ തീർക്കാൻ എനിക്ക് നിന്നെ പുറത്തു തൊടേണ്ട കാര്യം പോലുമില്ല. അങ്ങനെ ഹാൻ വിൽമോണ്ട് പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ്, നിങ്ങള് ജനിച്ചു വീണത് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട്. അതിന്റെ അഹങ്കാരത്തിൽ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് വലിയ കാര്യമൊന്നുമല്ല. എന്നെപ്പോലെ ഒന്നുമില്ലായ്മയിൽ ജനിച്ച ഒരാള് മുകളിലേക്ക് കയറി വരുമ്പോൾ അതിനാണ് ഒരു വിലയുള്ളത്. ആ എന്നെ കുറിച്ചാണ് നിങ്ങൾ വളരെ മോശമായി സംസാരിച്ചത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ വെറും ചവറാണെന്ന്. യഥാർത്ഥത്തിൽ ചവറ് ഞാനല്ല,
നിങ്ങളാണ്. മാർക്ക് ഫെല്ലറുടെ പുറത്ത് ശരിക്കും പ്രഷർ അനുഭവപ്പെടുമ്പോൾ മാർക്ക് പറയുന്ന വാചകം അതാണ്. അത് കേട്ടതും ഹാൻ വിൽമൗണ്ട് കാലുയർത്തി മാർക്കിന്റെ നെഞ്ചിലോട്ട് വെച്ചു. കാല് നെഞ്ചിലോട്ട് വെച്ചതിന് ശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, ഡാ, ഞാൻ ഈ കാലൊന്ന് ആഞ്ഞ് അമർത്തിയാൽ നീ ഇവിടെ തീരും. ആ കാല് തന്റെ നെഞ്ചിൽ അമർന്നിരിക്കുമ്പോൾ മാർക്ക് വീണ്ടും അയാളോട് പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞല്ലോ, വായിൽ വെള്ളക്കരണ്ടിയുമായി ജനിച്ചു വീണ നിനക്ക് സകല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നീ ഇത്രയും വരെ ആയി. ഈ സൗകര്യമൊന്നും ഇല്ലാതെയാണ് ഞാൻ വളരുന്നത്. നീ ഒരു കൊല്ലം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെങ്കിൽ നിന്നെ സകല ആളുകളും കാണുകയെ ഞാൻ തോൽപ്പിക്കും. മാർക്ക് ആ അവസരത്തിൽ നടത്തിയ ആ വെല്ലുവിളി ഹാന് ശരിക്കൊന്ന് സുഖിച്ചു. അയാള് മാർക്കിന്റെ നെഞ്ചിന്ന് കാലങ്ങെടുത്തു. കൊള്ളാം, സത്യമായിട്ടും എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇതുപോലെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വലിയ ഇഷ്ടമാണ്. അയാൾ ഒന്ന് പുറകോട്ട് മാറിയതും മാർക്ക് പാടുപെട്ട് എണീറ്റു. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? നിനക്ക് ഒരു കൊല്ലം സമയം കിട്ടിയാൽ നീ ന്യൂ സെലസ്റ്റിൽ വന്ന് എന്നെ തോൽപ്പിക്കുമെന്ന്. ശരി, നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. നമുക്ക് ആ ഫൈറ്റ് എമിലിയുടെ മുന്നിൽ തന്നെ ആകാം. എമിലി കണ്ടുകൊണ്ട് നിൽക്കേ നിന്നെ ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞ് നീൽ ഫ്ലെമിങ്ങിനെ നോക്കി. നീൽ ഫ്ലെമിങ്ങിനെ അയാൾ നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, നിന്നെ മാത്രമല്ല, നീയുമായി ബന്ധമുള്ള സകലരെയും ഞാൻ അന്ന് അവസാനിപ്പിക്കും. അതുവരെ നിന്നെ ഞാൻ തൊടില്ല. നീ വളരെ, നിന്റെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാതിൽക്കിലേക്ക് നടന്നു തുടങ്ങിയതാണ്. പക്ഷെ അല്പദൂരം നടന്നതിന് ശേഷം അയാൾ ഒന്ന് തിരിഞ്ഞ അയാളുടെ ഇടത് കൈ അകത്തെ മുറിക്ക് നേരെ ഒന്ന് കൊണ്ടുവരികയാണ്. ശരിക്കും അയാളുടെ ഇടത് കൈ അകത്തെ മുറിക്ക് നേരെ വന്നതും അയാളുടെ കയ്യിൽ നിന്നൊരു തീജ്വല ആ മുറിക്ക് നേരെ പാഞ്ഞു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ആ ബെഡ്റൂമിനകം ഒന്ന് കത്തി. ആ ബെഡ്റൂം പൂർണ്ണമായും കത്തുകയാണ്. മാർക്ക് നിസ്സഹായനായി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ മുറി ഏതാണ്ട് കത്തി തീർന്നു. അതൊന്ന് നോക്കിയിട്ട് അയാൾ മാർക്കിനോട് പറഞ്ഞു, നീ അവിടെ ആ ചുവരായ ചുവർ മുഴുവൻ എമിലിയുടെ ഫോട്ടോയാണ് വെച്ചിരുന്നത്. അത് ഇനി വേണ്ട. അയാൾ മാർക്ക് ഇല്ലാത്ത സമയത്താണ് ആ വീട്ടിലേക്ക് എത്തിയത്. ബലമായി ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി അയാൾ സകല മുറികളും ഒന്ന് കവർ ചെയ്യപ്പോൾ മാർക്കിന്റെ മുറിയും കവർ ചെയ്തിരുന്നു. മാർക്കിന്റെ മുറിയിൽ എമിലി ബ്ലാക്ക് മാർക്കിന് അയച്ചു കൊടുത്ത ഫോട്ടോകളുടെ വൻ ശേഖരമുണ്ട്. മാർക്ക് ആ ഫോട്ടോകളൊക്കെ ഫ്രെയിം ചെയ്ത് അവിടെ തൂക്കിയിരിക്കുകയായിരുന്നു. എമിലി ബ്ലാക്ക് അവളുടെ അച്ഛൻ അലോഷ്യസിനൊപ്പം ന്യൂ സെലസ്റ്റിലേക്ക് മടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് മാർക്കും എമിലിയും കൂടി സൗത്ത് സിറ്റി മുഴുവൻ കറങ്ങിയിരുന്നു. അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് അവരൊന്ന് പോയിരുന്നു. ആ ഭാഗത്തു നിന്നൊക്കെ എമിലി എടുത്ത ചിത്രങ്ങളാണ് ന്യൂ സെലസ്റ്റിൽ എത്തിയതിനു ശേഷം എമിലി മാർക്കിന് അയച്ചു കൊടുത്തത്. ആ ഫോട്ടോകളാണ് മാർക്ക് ശരിക്കും ഫ്രെയിം ചെയ്ത് അവന്റെ ചുവരുകളിൽ തൂക്കിയിട്ടിരുന്നത്. എമിലിയുടെ വലിയ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു. എമിലിയും മാർക്കും കൂടിയുള്ള ആ ഫോട്ടോ കാണുമ്പോൾ അവർ തമ്മിലുള്ള അടുപ്പം ആർക്കും മനസ്സിലാകും. ആ ഫോട്ടോകൾ കണ്ട ഹാൻ ശരിക്കും ദേഷ്യത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഫോട്ടോകൾ കണ്ട നിമിഷം മുതൽ ഹാൻ വിൽമൗണ്ടിന്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ദേഷ്യം ഇരച്ചു കയറിയതാണ്. അയാൾ ആ ഫോട്ടോ മുഴുവൻ കത്തിത്തീരുമ്പോൾ ഒന്ന് ചിരിച്ചു. ശരിക്കും അയാളുടെ മുഖത്ത് എന്തോ ചെയ്തതിന്റെ ഒരു സന്തോഷമുണ്ട്. അയാൾ മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, അപ്പോ ഒരു വർഷം, ആ ഒരു വർഷത്തിനുള്ളിൽ നീ ന്യൂ സെലസ്റ്റിൽ വന്നിരിക്കണം. വരാതെ നീ ഒളിച്ചോടിയാൽ നീ ഉള്ള സ്ഥലത്ത് ഞാൻ വന്ന് നിന്നെ അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഹാൻ വിൽമൗണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഹാൻ വിൽമൗണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീൽ അറിയാതെ വഴിമാറി പോവുകയാണ്. ശരിക്കും ഹാൻ ഇറങ്ങി വരുമ്പോൾ വല്ലാതൊരു പ്രഷർ ചുറ്റും അനുഭവപ്പെടുന്നുണ്ട്. അയാൾ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിലും സാധാരണ ഗ്രാൻഡ് മാസ്റ്റർ അല്ല എന്ന് അയാളുടെ മൂവ്മെന്റ്സ് വിളിച്ചു പറയുകയാണ്. സാധാരണ ഒരു ഗ്രാൻഡ് മാസ്റ്ററായ ജിയാൻഗുവിനെ തോൽപ്പിക്കാൻ മാർക്കിന് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇവിടെ ഹാൻ വിൽമൗണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സിലെ ഏതോ കൂടി ലെവലിൽ നിൽക്കുന്ന ആളാണ്. മാർക്കിനെ അയാൾ ഏത് ലെവലാണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും അയാൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ മാർക്കും നീലും ലേശം ഒരു അസ്വസ്ഥതയോടു കൂടിയാണ് ആ കാറിലേക്ക് നോക്കുന്നത്. കാറിന്റെ പുറകു സീറ്റിലേക്ക് കയറിയ ഹാൻ വിൽമൗണ്ട് ആ ഗ്ലാസ്സിലൂടെ വാഹനം മൂവ് ചെയ്യുമ്പോൾ മാർക്കിനെ ഒന്ന് ഇരുത്തി നോക്കി. അയാള് മുന്നോട്ട് പോകുമ്പോൾ അയാൾ കൈ ഉയർത്തി കാണിക്കുകയും ചെയ്തു. 1 ഒരു കൊല്ലത്തിനകം മാർക്ക് രാജ്യ തലസ്ഥാനമായ ന്യൂ സെലസ്റ്റിൽ ചെന്ന് എമിലി ബ്ലാക്കിനെ വിവാഹം ആലോചിക്കണം. അങ്ങനെ ആലോചിക്കാനായി മാർക്ക് അവിടെ ചെല്ലുമ്പോൾ മാർക്കിനെ കാത്ത് സാക്ഷാൽ ഹാൻ വിൽമൗണ്ട് ഉണ്ടാവും. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.